കോട്ടൂരിക്കളഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോടീന്നല്ലേ? കറക്റ്റ്. കാരണം നമ്മളിങ്ങനെ എക്സ്ട്രീം വെതറിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഓരോ ദിവസം ഓരോ വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫേർട്ട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഉടായ്പ് ആ കോട്ട് മാറ്റി നമുക്കിനി കുറച്ച് ചിക്കൻ ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ഡിഷ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റീക്ക് വിത്ത് വെജീസ് ആണ്. അപ്പോൾ ഞാനിനി നേരത്തെ പറഞ്ഞ വിശേഷങ്ങളൊന്നും പറയണ്ടല്ലോ. നീ ഇനി ഒന്നും പണയണ്ട അല്ലേ? ഇല്ല, ഞാൻ പറയുന്നില്ല. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉണ്ട്. സൂപ്പൊക്കെ കുടിച്ച് നല്ല മുതുക്കിയായിട്ട് ചാടി ചാടി നിൽക്കുന്ന സമയം. അപ്പോൾ നമുക്ക് സമയം വൈകിപ്പിക്കാതെ വേഗം ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതെടുക്കാം. കുറച്ച് മഷ്റൂം, ഒരു ക്യാരറ്റ്, ഒരു ഗ്രീൻ ഓണിയൻ, പിന്നെ ഒരു ഒണിയൻ, പിന്നെ 2 ഗാർലിക്കിൻ്റെ അല്ലി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ്. നമ്മളിപ്പോൾ ഏറെക്കുറെ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എങ്ങോട്ടാ പറഞ്ഞു പോകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ ഒരു തരി വേസ്റ്റ് പോലും ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നില്ല. ഞാൻ അറിയാതെ ഊരിപ്പോകുന്ന എൻ്റെ മുടി ഒഴികെ വേറെ എല്ലാം ഞാൻ പിറക്കി കൂട്ടി വെക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല ഗൈസ്, ഭയങ്കര മുടി കൊഴിച്ചിലാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പരീക്ഷിച്ച് വിജയിച്ച എന്തെങ്കിലും എണ്ണകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഗ്രീൻ ഓണിയൻ ഞാൻ അരിഞ്ഞതെല്ലാം ഇങ്ങോട്ട് പോയി. നമ്മളിത് എടുക്കുന്നില്ല, പക്ഷെ എവിടെ ഇട്ടിട്ട് പോകുന്നില്ല. ഇനി നമുക്ക് ക്യാരറ്റാണ്. നമ്മളൊരു 1/2 ക്യാരറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കത്തി നമുക്ക് കഴുകിയെടുക്കാം. ബാക്കി വൃത്തിയാക്കൽ നമുക്ക് വീട്ടിൽ പോയിട്ട് വൃത്തിയാക്കാം. നമ്മൾ നമ്മുടെ അടുത്ത പാത്രം അങ്ങ് എടുക്കുവാണ്. പാത്രം വെച്ച് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, സോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. ഒരു കൈയെങ്കിലും ഗ്ലൗസ് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമായി വന്നതുകൊണ്ട് ഞാൻ ഒരു കയ്യിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കുക്കിംഗ് ഗ്ലൗസ് ഇടുന്നുള്ളൂ. നമ്മൾ ഈ സ്റ്റൗ വെച്ചേക്കുന്ന പാറയ്ക്ക് കുറച്ചൊരു സൈഡ് വലിവുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ടിൽട്ടായിട്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് പാറേനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, എന്താ പാറയെ മര്യാദയ്ക്ക് നിന്നൂടേന്നൊന്നും. അതുകൊണ്ട് അങ്ങോട്ട് സഹിക്കുക തന്നെ. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, നമുക്ക് കുറച്ച് പെപ്പർ ഇപ്പോഴേ തിരിച്ചു തുടങ്ങാം. ഈ ഒരു വെളിച്ചവും ഒരു കുറച്ച് ചൂടും കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ലൈവായിട്ടൊരു മരണം മിസ്സാകുന്നത്. 1.5-2 മണിക്കൂർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ വന്നിട്ട്. പെപ്പർ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സോൾട്ട് ആദ്യം ഇട്ട് കൊടുക്കാം.
എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, പെപ്പർ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ആരെന്ത് ചെയ്താലും അവർക്ക് ഒരു ഉപദ്രവമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് കെയർ. എന്ത് തന്നെ ചെയ്താലും അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. എനിക്ക് സ്റ്റവ് നേരെ വെക്കാൻ വല്ല വഴിയുണ്ടോ നോക്കാം. നല്ല ബുദ്ധി ആയതുകൊണ്ടേ തിളച്ച് നിൽക്കുന്ന സ്റ്റവിലേക്ക് ഗ്ലൗ ഇട്ടിട്ട് അങ്ങ് കയറി അങ്ങ് പിടിക്കുക. എന്നെയൊക്കെ എന്താ ചെയ്യണ്ടേന്നാ ഞാൻ ആലോചിക്കുന്നത്. ലേക്ക് സൈഡ് കുക്കിംഗ് എന്നുള്ള പേര് മാറ്റിയിട്ട് കുക്കിംഗ് വിത്ത് മണ്ടത്തരം എന്നോ അങ്ങനെ വല്ലതും ആക്കേണ്ടി വരുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അയ്യോ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ചിക്കൻ ഓൾമോസ്റ്റ് വേവേണ്ട സമയമായിട്ടുണ്ട്. യെസ്, അപ്പം നമുക്കിനി നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് ഞാൻ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിലധികം ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഉപ്പ് ഇടുന്നില്ല. അടയത്തില്ലേ? നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ നേരത്തെ കുക്ക് ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ കുക്ക് ചെയ്ത പാത്രം നമുക്ക് പാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ അത് സമാധാനത്തിൽ വെന്തോട്ടെ. കുറച്ച് സമയമായിട്ടുണ്ട്, നമുക്ക് എന്തായി അവസ്ഥ നോക്കാം. നമ്മുടെ ഗ്യാസ് തീരാറായോ എന്നൊരു സംശയം മാത്രമാണ്. കാരണം ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടും കൂടുന്നില്ല. തലച്ചോറൊക്കെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തോന്നലാണോ എന്നറിയില്ല. എനിവേസ്, അതിൻ്റെ അകത്ത് കിടക്കുന്ന ഐറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. എന്തായിന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എല്ലാം വെന്തുകൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ ചൈനീസ് സോസുകളാണ് യൂസ് ചെയ്യുന്നത്. സോയ് സോസ്, ഓയിസ്റ്റർ സോസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇത്, ലിക്വിഡ് സ്മോക്ക്. അപ്പം നമുക്കൊരു സ്മോക്കിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് 3 നമുക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിട്ടതെല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു പീസ് ക്യാരറ്റ് കൂടി കഴിച്ചു നോക്കാം. ഞാനിന്ന് ബാറ്ററി ബാക്കപ്പൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്ന് ബാറ്ററി എല്ലാം ഉണ്ട്. നമ്മുടെ പരിപാടികളൊക്കെ ഏറെക്കുറെ തീരാനായി, ഞാനും തീരാനായി. ഇതെല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം ഗൈസ്. നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ഇവിടെ തീർന്നിരിക്കുവാണ്. അടിപൊളി.